ലഹരിക്കെതിരെ റിപ്പോർട്ടർ നടത്തുന്ന പോരാട്ടത്തിൽ അണിചേരുകയാണ് എറണാകുളം പോണേക്കരയിലെ സഹൃദയ ഫുട്ബോൾ ക്ലബ്ബും. ഫുട്ബോളാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി കൊച്ചി സിറ്റി പോലീസും സൗഹൃദയ FC പോണേക്കരയും തമ്മിലെ സൗഹൃദ മത്സരം ഇന്ന് ആരംഭിക്കാൻ ആണ് പോകുന്നത്. 3 ദിവസങ്ങളിലായി പോണേക്കര ഫ്ലഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ 16 ടീമുകൾ അണിനിരക്കും. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പോണേക്കരയിലെ സൗഹൃദ ക്ലബിന്റെ സൗഹൃദ മത്സരം റിപ്പോർട്ടർ TVയും സൗഹൃദ FCയും പോണേക്കരയും തമ്മിലാണ് മത്സരം. പോണേക്കരയാണ് ഇന്ന് മത്സരം സംഘടിപ്പിക്കുന്നത്. നമുക്ക് അലിയിലേക്കൊന്ന് പോകാം. സംഘാടകർ അവിടെ എത്തിയിട്ടുണ്ട്. ഒരുക്കങ്ങളൊക്കെ എന്തായി? ഒരു സൗഹൃദ മത്സരം രാവിലെ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അലി, വെരി ഗുഡ് മോർണിംഗ്. മനോഹരമായ ഒരു കാഴ്ചയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മൈതാനം ഉണർന്നോ? സഹൃദയ കപ്പ് 2025 ആരംഭിച്ചോ ലഹരിക്കെതിരെയുള്ള പോരാട്ടം? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സഹൃദയ കപ്പ് നടക്കുന്ന പോണേക്കര ഫ്ലഡ് സ്റ്റേഡിയത്തിന് മുന്നിലാണ്. ഇവിടെ വലിയൊരു ആഘോഷം തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ ഈ രാവിലെ തന്നെ ഉണർന്ന ഒരു ഗ്രാമം മുഴുവൻ, ഒരു പ്രദേശം മുഴുവൻ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. വൈകുന്നേരമാണ് ഇതിൻ്റെ ഒരു ആഘോഷത്തിലേക്ക് ഇത് കടക്കുക. ഇവിടെ കാണാം അഖില കേരള സെവൻസ് ഫ്ലഡ് ഫുട്ബോൾ ടൂർണമെന്റ് സഹൃദയ കപ്പ് 2025. ഇവിടെ സത്യത്തിലൊരു ആഘോഷം തന്നെയാണ്. നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോകാം. അവിടെ ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസും സഹൃദയ ക്ലബ്ബും തമ്മിലുള്ള സൗഹൃദ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ സൗഹൃദ മത്സരമാണെങ്കിലും ഗ്രൗണ്ടിൽ ഒട്ടും സൗഹൃദമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ല വമ്പിച്ച പോരാട്ടമാണ് രാവിലെ തന്നെ നടക്കുന്നത്. ഇവിടെ വലിയ രീതിയിൽ ആളുകൾ രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. വൈകിട്ടോടു കൂടിയാണ് ഇതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ ആവേശത്തിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് ഇത് എത്തുക എന്നും ഇവിടെ നിന്നും ആളുകൾ പറയുന്നു. നമുക്ക് എന്തായാലും ഇതിൻ്റെ സംഘാടകർ ഇവിടെ എത്തിയിട്ടുണ്ട്. സഹൃദയ ഗ്രൂപ്പ് 2013 തുടങ്ങിയൊരു ഗ്രൂപ്പാണ്. അവർ അന്നു മുതൽ തന്നെ ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാറുണ്ടോ. ഇത്തവണ റിപ്പോർട്ടർ TV നടത്തുന്ന ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിചേരാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ സഹൃദയ ഗ്രൂപ്പിന്റെ കൺവീനർ ജിൻസ് ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു ആശയത്തിലേക്ക് നമ്മൾ എത്തുന്നത്? ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പോണേക്കരയിലുള്ള ഒരു കൂട്ടായ്മയാണ്, സഹൃദയ എന്നുള്ളൊരു കൂട്ടായ്മയാണ്. ഞങ്ങൾ എല്ലാ വർഷവും സഹൃദയ കപ്പ് എന്നുള്ള പേരിൽ ടൂർണമെന്റ് നടത്തുന്നത്. ഇതിൻ്റെ 4ാമത്തെ എഡീഷനാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് ആരംഭിക്കുന്നത്, വൈകിട്ടാണ് ആരംഭിക്കുന്നത്. ഈ വർഷത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ഫുട്ബോളാണ് ലഹരി. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന, എല്ലാ വീടുകളിലും നമുക്കൊരു ഭീഷണിയായി മാറിയിരിക്കുന്ന ലഹരി എന്നുള്ള ആ ഒരു അപകടത്തെ നമ്മൾ അകറ്റി നിർത്തുക എന്നൊരു മെസ്സേജാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. റിപ്പോർട്ടർ ടീം ലഹരിക്കെതിരായ വലിയൊരു പോരാട്ടത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി. ഇപ്പോൾ നിങ്ങളും കൂടി അണിചേരുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി കളർഫുൾ ആവുകയാണ്. ഇതിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവത്തിനൊപ്പം തന്നെ കുറച്ചുകൂടി ആവേശം കൂടി കൈവരികയാണ്. കറക്റ്റ്. കാരണം ഈ ഒരു കാര്യം നമുക്ക് ഒരാൾക്കോ ഒരു ഗ്രൂപ്പിനെ മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ റിപ്പോർട്ടർ TV ഇന്നിവിടെ വന്നതിലും ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചതും ഞങ്ങളുടെ ഈ ഒരു മൂവ്മെന്റിന് ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അപ്പോൾ സഹൃദയ കപ്പിന്റെ ഈ വർഷം സീസൺ 4ന്റെ തീം എന്ന് പറയുന്നത് ലഹരിയാണ് ഫുട്ബോൾ. നമ്മൾ കായികമായി നമ്മളുടെ യൂത്തിന്റെ എനർജി ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളൊരു തീമോട് കൂടി ഞങ്ങൾ 25 ആൾക്കാരടങ്ങുന്ന ഒരു സംഘടനയാണ്, ഗ്രൂപ്പാണ് സഹൃദയ എന്നുള്ളത്. ഇവിടെ എറണാകുളം പോലീസും ഞങ്ങളുടെ സംഘാടകരും തമ്മിലുള്ള സൗഹൃദ മത്സരമാണ്. ഇത് സത്യത്തിൽ ഈ നാടിന്റെ ഒരു ആവേശമാണല്ലോ. വലിയൊരു ടൂർണമെന്റിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ജനങ്ങളുടെ ഇവിടെ പോണേക്കര ഒരു ഉത്സവം തന്നെ ആയിട്ട് മാറിയിരിക്കുന്നത്. നമ്മളുടെ ഈ സഹൃദയുടെ ഒരു ഇതിൽ തന്നെ ഇവരുമായിട്ട് പോലീസുകാരായിട്ടൊക്കെ യോജിച്ച് പോയി ഈ ലഹരിക്കെതിരെ. തീർച്ചയായും അരുൺകുമാർ, നമ്മൾ പറയുന്ന പോലെ പോലീസും എക്സൈസും വലിയ പോരാട്ടത്തിലാണ് സത്യത്തിൽ ഈ പറയുന്ന ലഹരിക്കെതിരെ. ഓപ്പറേഷൻ ഡി-ഹണ്ട് ഒക്കെ നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്രയും വലിയൊരു ആവേശമുള്ള ഒരു ടൂർണമെന്റിലേക്ക് കൊച്ചി സിറ്റി പോലീസിന്റെ കൂടി സഹകരണത്തോടു കൂടി റിപ്പോർട്ടർ TVയുടെയും സഹകരണത്തോടു കൂടി ക്ലബ്ബ്. അരുൺകുമാർ, നമ്മൾ നേരത്തെ പറയുമ്പോൾ സൗഹൃദ മത്സരമാണെങ്കിലും ഗ്രൗണ്ടിൽ ആ സൗഹൃദം ഒന്നും കാണാനില്ല. ഗംഭീര പോരാട്ടമാണ് സഹൃദയ ടീമും അതുപോലെ കൊച്ചി സിറ്റി പോലീസിന്റെ ടീമും തമ്മിൽ നടക്കുന്നത്. കുറച്ച് സമയമായി എന്തായാലും പോരാട്ടം തുടങ്ങിയിട്ട്. ഗംഭീര മത്സരമാണ്. ആൾക്കൂട്ടം എന്തായാലും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ നാടിന്റെ ഒരു ഉത്സവമാണല്ലേ, വലിയ ആവേശമാണല്ലേ? യൂത്ത് എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അത്യാവശ്യം ടീമിൽ തന്നെ കുറെ പേരുണ്ടല്ലോ യൂത്തായിട്ട്. യഥാർത്ഥ മത്സരം തുടങ്ങാൻ പോകുന്നത് നാട് മുഴുവൻ പോണേക്കരയിലേക്ക് ഈ ഫ്ലഡ് ലൈറ്റ് മത്സരത്തിന്റെ വേദിയിലേക്ക് ഒഴുകിയെത്തും. താങ്ക് യു അലി. സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയൂ. റിപ്പോർട്ടർ TV കൂടി പങ്കുചേർന്നുകൊണ്ടാണ് ഈ സഹൃദയ ഇത്തവണ ഈ കപ്പ് നടത്തുന്നത്. ഫുട്ബോളാണ് ലഹരി എന്നുള്ളതാണ് പ്രമേയം. റിപ്പോർട്ടർ TV അങ്ങനെ പലതരത്തിൽ നമുക്ക് ഇതിനെതിരെയുള്ള ബോധവൽക്കരണത്തിൽ പോകുന്നു. അതേസമയം തന്നെ നേരിട്ട് ലഹരി പിടിക്കാൻ എക്സൈസിനും പോലീസിനും ഒപ്പം റിപ്പോർട്ടർ TV ഇറങ്ങി